KMIC News, നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും തകർക്കുന്ന ഭീഷണികളെ അതിജയിക്കുന്നതിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പങ്ക് വലുത്. NK പ്രേമചന്ദ്രൻ MP. എല്ലാ ഭാരതീയരും ഒരു മാതാപിതാക്കളുടെ മക്കളെപ്പോലെ സൌഹാർദ്ദത്തിൽ ജീവിക്കണമെന്ന് സയ്യിദ് യൂസുഫുൽ ബുഖാരി വയലത്തൂർ. EK എന്ന പേര് ചേളാരി വിഭാഗത്തിന് ഉപയോഗിക്കരുതെന്ന EK കുടുംബം. EK അബ്ദുറഹ്മാൻ കാമിൽ സഖാഫി ഇന്ന് KMIC ന്യൂസിൽ. 2 ദിവസത്തെ UAE സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അബുദാബിയിലെത്തി. മോദിയെ സ്വീകരിക്കാൻ പ്രോട്ടോകോൾ തെറ്റിച്ച് അബുദാബി കിരീടാവകാശിയെത്തി. ജമ്മു കാശ്മീരിൽ പാക് വെടിവയ്പിൽ 6 പേർ കൊല്ലപ്പെട്ടു. പ്രാവിനെ ഉപയോഗിച്ച് മയക്കുമരുന്ന് കടത്താൻ ശ്രമം. പ്രാവ് പോലീസ് കസ്റ്റഡിയിൽ. പെൺകുട്ടിയെ ശല്യം ചെയ്യുന്നത് തടഞ്ഞ ജവാനെ അടിച്ചുകൊന്നു. മീററ്റിലാണ് സംഭവം. 54 യാത്രക്കാരുമായി ഇന്തോനേഷ്യൻ വിമാനം കാണാതായി. വാർത്തകൾ വിശദമായി. 54 യാത്രക്കാരുമായുള്ള ഇന്തോനേഷ്യൻ വിമാനം കാണാതായി. ത്രിഗാന എയർവേസിന്റെ ATR 42 എന്ന വിമാനമാണ് ഇന്തോനേഷ്യയിലെ പപ്പുവ മേഖലയിൽ നിന്ന് കാണാതായത്. വിമാനവും എയർ ട്രാഫിക് കൺട്രോളുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു. മേഖലയിൽ ഓക്സിബിൽ എന്ന പ്രദേശത്തു നിന്നാണ് വിമാനവുമായി ബന്ധം നഷ്ടപ്പെട്ടത്. വിമാനത്തിനായുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. വിമാനം കാണാതായ മേഖലയിൽ ഇരുണ്ട കാലാവസ്ഥയായിരുന്നുവെന്ന് ട്രാൻസ്പോർട്ട് മന്ത്രാലയം അറിയിച്ചു. കൂടാതെ ഈ മേഖല പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ടതാണ്. 44 മുതിർന്നവരും 5 കുട്ടികളും 1 നവജാത ശിശുവും 4 വിമാന ഉദ്യോഗസ്ഥരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ജമ്മു കാശ്മീരിലെ പൂഞ്ച് സെക്ടറിൽ പാക് സൈന്യം നടത്തിയ വെടിവയ്പിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 6 ആയി. 20 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇന്നലെ 5 പേരും ഇന്ന് പുലർച്ചെ ഒരാളുമാണ് കൊല്ലപ്പെട്ടത്. മധ്യവയസ്കയായ സ്ത്രീയാണ് ഇന്ന് മരിച്ചത്. സ്വാതന്ത്ര്യദിനത്തിൽ 3 തവണയാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചത്. ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ പാക് സൈന്യം വെടിവയ്പും മോട്ടോർ ഷെല്ലാക്രമണവും നടത്തി. ഇന്ത്യൻ സൈന്യവും ശക്തമായി തിരിച്ചടിച്ചു. പ്രാവിനെ ഉപയോഗിച്ച് മയക്കുമരുന്ന് കടത്താൻ ശ്രമം. കോസ്റ്ററിക്കയിലെ ജയിലിൽ ദുരൂഹ സാഹചര്യത്തിൽ പറഞ്ഞിറങ്ങിയ പ്രാവിനെ പോലീസ് ഉദ്യോഗസ്ഥർ പിടികൂടി. കഞ്ചാവും കൊക്കൈനും പ്രാവിന്റെ ശരീരത്തിൽ കെട്ടിവെച്ച ബാഗിൽ കടത്താനാണ് ശ്രമിച്ചത്. പ്രാവ് പോലീസിന്റെ കസ്റ്റഡിയിലാണ്. സാൻ റാഫേൽ ഡി അലജേലയിലെ ജയിലിൽ തടവുകാരന് വേണ്ടിയാണ് കഞ്ചാവ് കടത്തിയത്. പ്രാവിന് ഇതിനായി വിദഗ്ധ പരിശീലനം നൽകിയിട്ടുണ്ടെന്ന് ജയിൽ അധികൃതർ പറഞ്ഞു. 14 ഗ്രാം കഞ്ചാവും കൊക്കൈനുമാണ് പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ നിലയിൽ ബാഗിലുണ്ടായിരുന്നത്. മയക്കുമരുന്നിന് വിപണിയിൽ $281 വില വരുമെന്നാണ് റിപ്പോർട്ട്. തടവുകാർ മയക്കുമരുന്ന് കടത്താൻ ഇത്തരത്തിൽ പല വഴികളും കണ്ടെത്തുമെന്നും പോലീസുകാർ ജാഗ്രതരായിരിക്കണമെന്നും ഉന്നത ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകി. ജീവികളെ ഇത്തരത്തിൽ മയക്കുമരുന്ന് കടത്തുന്നതിനായി ഉപയോഗിക്കുന്നത് ഇതാദ്യമായല്ല. പൂച്ചകളെയും പട്ടികളെയും കള്ളക്കടത്തിനായി ഉപയോഗിക്കാറുണ്ട്. കൊളംബിയയിലും അർജന്റീനയിലും പ്രാവിനെ ഉപയോഗിച്ച് മയക്കുമരുന്ന് കടത്തിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പീഡനത്തിൽ നിന്ന് പെൺകുട്ടിയെ രക്ഷപ്പെടുത്തിയതിന് ജവാനെ ഒരു സംഘം ആളുകൾ അടിച്ചുകൊന്നു. 416 എഞ്ചിനീയറിംഗ് ബ്രിഗേഡിലെ ലാൻസ് നായിക് പദവിയുള്ള വേദ്മിത്ര ചൌധരിയാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. 35 വയസ്സായിരുന്നു. മീററ്റിലെ ഹാർദേവ് നഗറിലെ രോഹ്ത റോഡിലാണ് സംഭവം നടന്നത്. പാൽ വാങ്ങാനായി പോയ ചൌധരി അവിടെ ഷോപ്പ് ഉടമയുടെ നേതൃത്വത്തിൽ പെൺകുട്ടിയെ ശല്യം ചെയ്യുന്നത് കാണുകയായിരുന്നു. ഉടൻ പെൺകുട്ടിയെ അവരിൽ നിന്ന് രക്ഷിക്കുകയും സംഘത്തിലുണ്ടായിരുന്ന ആകാശ് എന്നൊരാളെ അടിക്കുകയും ചെയ്തു. ഇതിൽ പ്രകോപിതനായ ആകാശ് സുഹൃത്തുക്കളെ വിളിച്ചുവരുത്തി ജവാനെ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ഗുരുതര പരിക്കേറ്റ ജവാനെ സൈനികാശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. സംഭവവുമായി ബന്ധപ്പെട്ട് ആകാശ് ഉൾപ്പെടെ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവർക്കായി തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഗൾഫ് വാർത്തകൾ. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News. ഒമാനിൽ സ്വദേശിവൽക്കരണം ശക്തമാകുന്നു. പ്രവാസികൾ ജോലി നഷ്ടപ്പെടുന്ന ഭീതിയിലാണ്. വിശദമായ റിപ്പോർട്ടിലേക്ക്.
മസ്കറ്റിലെ സ്വകാര്യ മേഖലയിലും ഒമാനിവൽക്കരണം ശക്തമാക്കുമെന്ന റിപ്പോർട്ടുകൾ പ്രവാസികളിൽ ജോലി നഷ്ടപ്പെടുമെന്ന ഭീതി സൃഷ്ടിക്കുന്നു. ഇടത്തരം ഉയർന്ന മേഖലകളിലും വെള്ളക്കോളർ തസ്തികകളിലും ജോലി ചെയ്യുന്നവരിലാണ് ഭാവി എന്താകുമെന്ന ആശങ്ക ശക്തമായത്. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുറഞ്ഞതിനൊപ്പം സർക്കാർ മേഖലയിലെ തൊഴിലവസരങ്ങളിലുണ്ടായ കുറവും ഉന്നത വിദ്യാഭ്യാസം നേടി സ്വദേശി സമൂഹം കൂടുതലായി പുറത്തിറങ്ങുന്നതുമാണ് സ്വകാര്യ മേഖലയിലേക്കും ഒമാനികൾ കൂടുതലായി കടന്നുവരുമെന്ന പ്രതീതി ഉയർത്തുന്നത്. ഓരോ വർഷവും 12,000 പേരാണ് സർവകലാശാലകളിൽ നിന്നും മറ്റു സ്ഥാപനങ്ങളിൽ നിന്നും പഠനം പൂർത്തിയാക്കി ജോലി ലക്ഷ്യമിട്ടിറങ്ങുന്നത്. ജോലിയിലെ എളുപ്പവും മികച്ച ശമ്പളവും പരിഗണിച്ച് കൂടുതൽ പേരും സർക്കാർ ജോലികളാണ് ഇഷ്ടപ്പെടുന്നത്. എന്നാൽ ഇവരിൽ 60%-ലധികം പേർക്ക് മാത്രമാണ് തൊഴിൽ ലഭിക്കുന്നത്. 40%-ഓളം പേർ തൊഴിൽ രഹിതരാവുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. ഈ സാഹചര്യത്തിൽ കൂടുതൽ സ്വദേശികൾ സ്വകാര്യ തൊഴിൽ മേഖലയിലേക്ക് കടന്നുവരുമെന്നാണ് കണക്കുകൂട്ടുന്നത്. ഇത് നിലവിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്കും പുതുതായി ജോലി അന്വേഷിച്ചു വരുന്ന മറ്റു രാജ്യക്കാർക്കും അവസരങ്ങൾ കുറക്കും. താഴ്ന്ന ജോലികൾ ചെയ്യുന്ന പ്രവാസികൾക്ക് തൊഴിൽ നഷ്ടപ്പെടൽ സംബന്ധിച്ച് ഇപ്പോൾ കാര്യമായി പേടിക്കേണ്ടതില്ല. അതേസമയം ഇടത്തരം ഉയർന്ന ജോലികൾ ചെയ്യുന്നവർക്ക് വരും കാലങ്ങളിൽ തൊഴിലവസരങ്ങൾ കുറയാനാണ് സാധ്യത. നിർമ്മാണ ഗാർഹിക മേഖലകളിൽ ജോലി ചെയ്യുന്ന കുറഞ്ഞ വരുമാനക്കാരായ പ്രവാസികളെ സംബന്ധിച്ച് ജോലി നഷ്ടപ്പെടൽ എന്ന ഭീതിയില്ലെന്ന് റിക്രൂട്ടിംഗ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു മലയാളി പറഞ്ഞു. അതേസമയം സ്വകാര്യ മേഖലയിൽ ഭേദപ്പെട്ട ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്നവർക്ക് ഭാവിയിൽ പ്രശ്നമുണ്ടായേക്കാമെന്നും പഴയ പോലെ തൊഴിൽ സുരക്ഷ ഉറപ്പു ലഭിക്കുന്ന അവസ്ഥ ഇല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് KMIC ന്യൂസ്. 2 ദിവസത്തെ UAE സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അബുദാബിയിലെത്തി. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ മോദിയെ നേരിട്ട് സ്വീകരിച്ചു. അബുദാബി എയർപോർട്ടിൽ ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് UAE ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. ഇന്ത്യൻ അംബാസഡർ TP സീതാറാമും മോദിയെ സ്വീകരിക്കാനുണ്ടായിരുന്നു. പ്രോട്ടോകോൾ തെറ്റിച്ചാണ് അബുദാബി കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ മോദിയെ സ്വീകരിക്കാനെത്തിയത്. വിമാനത്താവളത്തിൽ നിന്നും എമിറേറ്റ്സ് ഹോട്ടലിലേക്ക് പോയ മോദി അവിടെ വിശ്രമത്തിന് ശേഷം ലോകത്തെ ഏറ്റവും വലിയ 3ാമത്തെ മുസ്ലിം പള്ളിയായ അബുദാബിയിലെ ഗ്രാൻഡ് മസ്ജിദും ലേബർ ക്യാമ്പും ആദ്യം സന്ദർശിക്കും. നയതന്ത്ര ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിനൊപ്പം മതസൌഹാർദ്ദത്തിന്റെ സന്ദേശമായിരിക്കും ഗ്രാൻഡ് മസ്ജിദ് സന്ദർശനത്തിലൂടെ മോദി നൽകുക. അറബ് സമൂഹത്തിലെ മുസ്ലിം വൈവിധ്യത്തിന്റെ പ്രതീകമായ ഗ്രാൻഡ് മസ്ജിദിൽ അരമണിക്കൂർ നരേന്ദ്രമോദി ചെലവിടും. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന UAE രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാന്റെ ഖബറിടം സന്ദർശിച്ച ശേഷം അബുദാബിയിൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ താമസിക്കുന്ന ഐക്കാർഡ് സിറ്റിയിലെ ലേബർ ക്യാമ്പിലേക്കായിരിക്കും പ്രധാനമന്ത്രി പോവുക. 60,000 തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പിൽ 55% ഇന്ത്യക്കാരാണ്. മോദിയുടെ സന്ദർശനത്തെ ആവേശത്തോടെയാണ് തൊഴിലാളികൾ ഉറ്റുനോക്കുന്നത്. ലേബർ ക്യാമ്പിലെത്തുന്ന നരേന്ദ്രമോദി 300 തൊഴിലാളികളുമായി 1 മണിക്കൂർ സംവദിക്കും. തുച്ഛമായ വരുമാനത്തിന് ജോലി ചെയ്യുന്ന തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ നേരിട്ട് വിലയിരുത്തുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യം. UAEയുടെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ലേബർ ക്യാമ്പ് സന്ദർശിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE സന്ദർശിക്കുമ്പോൾ വിമാന ടിക്കറ്റ് നിരക്ക്, പ്രവാസി വോട്ട് എന്നീ വിഷയങ്ങളിൽ തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് രാജ്യത്തെ ഇന്ത്യൻ സമൂഹം. അബുദാബിയിലെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ട്വിറ്റർ അക്കൌണ്ടിൽ അറബിയിലും ട്വീറ്റ് ചെയ്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നിശതൂട്ടിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമായി പതികാന്തപുരം വരവായി പദമിൽ തിരിനാളവുമായി നിശതൂട്ടിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമായി പതികാന്തപുരം വരവായി പദമിൽ തിരിനാളവുമായി മനഃശാന്തി ഉണർത്തിടുവാൻ പരസ്നേഹമതേറ്റിടുവാൻ മനഃശാന്തി ഉണർത്തിടുവാൻ പരസ്നേഹമതേറ്റിടുവാൻ ഹിതപാത തുറന്നിടുവാൻ ശുഭലക്ഷ്യമിൽ ചെന്നിടുവാൻ ഹിതപാത തുറന്നിടുവാൻ ശുഭലക്ഷ്യമിൽ ചെന്നിടുവാൻ നിശതൂട്ടിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമായി പതികാന്തപുരം വരവായി പദമിൽ തിരിനാളവുമായി. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ.
സൈബർ ചരിത്രത്തിൽ ഒരു പൊന്തൂവൽ കൂടി തുന്നിച്ചേർത്തുകൊണ്ട് KMACയുടെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സമാപിച്ചു. ഇന്നലെ വൈകിട്ട് 7:30 പരിപാടികൾക്ക് തുടക്കമായി. SSF മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും KMAC അഡ്മിൻ അമീറുമായ നാസറുദ്ദീൻ അൻവരി വടുതല അതിഥികൾക്കും പ്രേക്ഷകർക്കും സ്വാഗതമോദി. ഭാരതത്തിലെ സർവരും ഒരേ മാതാപിതാക്കളെ മക്കളെപ്പോലെ സൌഹാർദ്ദത്തിൽ ജീവിക്കണമെന്ന് KMAC ചെയർമാനും SYS സുപ്രീം കൌൺസിൽ അംഗവും മർക്കസ് വൈസ് പ്രസിഡന്റുമായ സയ്യിദ് യൂസുഫുൽ ബുഖാരി ആഹ്വാനം ചെയ്തു. അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം. ആ നിലയ്ക്ക് ഈ ഭാരതത്തിലെ സർവരും ഒരേ മാതാപിതാക്കളുടെ മക്കളെപ്പോലെ കൃപ എന്ന് പറയുന്ന ഒരു സാധനമായി എന്താർത്ഥം വെച്ചാലും ശരി, തമ്മിൽ വലിയൊരു കൃപയോടുകൂടി സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി ജീവിക്കണം. അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. അങ്ങനെ ഈ പവിത്രമായ ജീവിതം ഈ ഭാരതത്തിൽ നന്നാക്കി തീർക്കണം. മറ്റുള്ള രാഷ്ട്രങ്ങളെക്കുറിച്ച് അവരുടെ ബുദ്ധിമുട്ടുകളും സ്വാതന്ത്ര്യമില്ലാത്ത മറ്റു രാഷ്ട്രങ്ങളുടെ സ്വഭാവങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ അനുഭവ ഗുണങ്ങളിൽ നിന്ന് നമുക്ക് നമ്മളുടേതായ രാജ്യത്ത് ഈ സ്വാതന്ത്ര്യ ഭാരതത്തിൽ നമുക്ക് കിട്ടിയ ഗുണങ്ങൾ വലിയ മഹത്തായതാണ്. എന്നും സ്തുതിക്കപ്പെടേണ്ടതും വാഴ്ത്തപ്പെടേണ്ടതും പുകഴ്ത്തപ്പെടുന്നതുമാണ്. ഇന്ന് സമസ്തയുടെ പ്രസിഡന്റ് സുലൈമാൻ ഉസ്താദും അതുപോലെ ഷെയ്ഖ് അബൂബക്കർ ബിൻ അഹമ്മദ് കാന്തപുരം, ആദരണീയരായ ഈ രണ്ട് മഹൽ വ്യക്തികളുടെ നേതൃത്വത്തിൽ മുഴുവൻ സത്യവിശ്വാസികൾ അവരുടെ ആജ്ഞയനുസരിച്ച് ഈ ലോകം മുസ്ലിങ്ങൾ ഈ ഭാരതത്തിലെ സ്വാതന്ത്ര്യം ഉൾക്കൊള്ളുന്നു. രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും തകർക്കുന്ന ഭീഷണികളെ അതിജീവിക്കുന്നതിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പങ്ക് വലുതാണെന്ന് NK പ്രേമചന്ദ്രൻ MP പറഞ്ഞു. KMAC സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ അല്പഭാഗം കേൾക്കാം. ഇപ്പോൾ സ്വാതന്ത്ര്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും നിലനിൽപ്പിന്റെ അടിസ്ഥാന ശില മതനിരപേക്ഷതയാണ്, മതേതര സംസ്കാരമാണ്. ആ മതേതര സംസ്കാരത്തിന് ഏൽക്കുന്ന കനത്ത വെല്ലുവിളികൾ ജനാധിപത്യത്തിന് ഏൽക്കുന്ന വലിയ ശക്തമായിട്ടുള്ള വെല്ലുവിളികൾ തന്നെയായിരിക്കും. ആ ഭീഷണി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനത്തിന്റെ 68ാമത് വാർഷികം KMIC നെറ്റ് ചാനലിന്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് എന്നുള്ളത് ഈ അവസരത്തിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ളതാണ്. അതുകൊണ്ട് രാജ്യത്തിന്റെ 68ാം സ്വാതന്ത്ര്യദിനാഘോഷ വേളയിൽ എനിക്ക് നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം, നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ മതേതരത്വത്തെ തകർക്കുന്ന നിലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന ഭീഷണിയെ അതിജീവിച്ച് മുന്നോട്ടു പോകാൻ മതാതീതമായിട്ടുള്ള ഒരു കരുത്തും ശക്തിയും വളർത്തിക്കൊണ്ടുവരിക എന്ന വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ദൌത്യം നിർവഹിക്കുന്നതിൽ എല്ലാവർക്കും പങ്കുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. തീർച്ചയായും അതിന് നേതൃപരമായ പങ്കുവഹിക്കാൻ അഭിവന്ദനായിട്ടുള്ള കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അല്ലെങ്കിൽ അഭിവന്ദനായിട്ടുള്ള കാന്തപുരം AP ഉസ്താദിന്റെ നേതൃത്വം നമ്മുടെ രാജ്യത്തിന് കരുത്തും ശക്തിയും പ്രദാനം ചെയ്യും എന്നാണ് എന്റെ വിശ്വാസം. ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തെ സംബന്ധിച്ച്, ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് അവഗാഢമായ പാണ്ഡിത്യവും അതുപോലെയുള്ള നല്ല അപഗ്രഥന ശേഷിയും ഒക്കെയുള്ള പരിണിതപ്രജ്ഞനായ പണ്ഡിതശ്രേഷ്ഠനായിട്ടുള്ള മഹാനായ കാന്തപുരം AP ഉസ്താദ് തീർച്ചയായും ഇന്ത്യൻ ദേശീയതയും ഇന്ത്യൻ മതേതരത്വവും ഉയർത്തിപ്പിടിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന വ്യക്തിത്വങ്ങളിൽ ഒരാളാണ്. ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഇസ്ലാമിക നിഷ്ഠകളും ജീവിത രീതികളും കൃത്യതയോടുകൂടി തന്നെ പാലിച്ചുകൊണ്ട് ആ സംസ്കാരം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മതേതര ബോധത്തോടുകൂടി രാജ്യത്തെ സാമുദായിക സൌഹാർദ്ദവും മതമൈത്രിയും ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി ശ്ലാഘനീയമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം AP ഉസ്താദ് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ, കേരളത്തിന്റെയും ഇന്ത്യയുടെയും സാമൂഹിക രാഷ്ട്രീയ ജീവിതത്തിൽ നൽകിയിട്ടുള്ള വിലപ്പെട്ട സംഭാവനകൾ. മതസൌഹാർദ്ദവും സാമുദായിക സാഹോദര്യവും ഊട്ടിയുറപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി അദ്ദേഹം കേരളത്തിൽ നടത്തിയ വളരെ ശ്രദ്ധേയമായിട്ടുള്ള സ്നേഹത്തിന്റെ ചങ്ങലയിലെ കണ്ണികളാകൂ എന്ന മഹത്തരമായ സന്ദേശം സംഘർഷഭരിതമായ ഒരു സാമൂഹികാന്തരീക്ഷത്തിൽ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം സമൂഹത്തിന് പ്രദാനം ചെയ്തുകൊണ്ടാണ് കാന്തപുരം AP ഉസ്താദിന്റെ നേതൃത്വത്തിൽ അത്തരമൊരു മഹത്തരമായിട്ടുള്ള യാത്ര കേരളത്തിൽ നടന്നത്.
അതുപോലെ തന്നെ സാമുദായികവും രാഷ്ട്രീയവുമായിട്ടുള്ള സൗഹൃദം ഊട്ടിയുറപ്പിക്കാൻ ഉതകുന്ന രാജ്യത്തിന്റെ പുരോഗതിക്കും വളർച്ചയ്ക്കും വേണ്ടിയിട്ടാണ് കാന്തപുരം AP ഉസ്താദിന്റെ നേതൃത്വത്തിൽ കേരള യാത്ര ചരിത്രപ്രധാനമായിട്ടുള്ള വിജയമായി മാറിത്തീർന്നത്. ഇതൊന്നും ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ അഭിസംബോധന ചെയ്യുക എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തെ വിലയിരുത്തുകയും വ്യാഖ്യാനിക്കുകയും അതിന്റെ അന്തസ്സത്തെ സംബന്ധിച്ച് ആഴത്തിൽ ഗവേഷണം ചെയ്ത് വിശകലനം ചെയ്ത് പൊതുസമൂഹത്തോട് വിശദീകരിക്കുകയും ചെയ്യുന്ന പണ്ഡിതശ്രേഷ്ഠനായിട്ടുള്ള കാന്തപുരം AP ഉസ്താദ് തന്നെ നമ്മുടെ രാജ്യത്തെ സകല സമൂഹങ്ങളും ഒരുമയോടും ഐക്യത്തോടും സൗഹൃദത്തോടും സാഹോദര്യത്തോടും സ്നേഹത്തോടും കൂടി ജീവിക്കേണ്ട അനിവാര്യത വിളിച്ചറിയിച്ചുകൊണ്ട് കേരള പൊതുസമൂഹത്തിന്റെ തന്നെ സൗഹൃദ സന്ദേശവാഹകനായി പലപ്പോഴും കാന്തപുരം AP ഉസ്താദ് അവർക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ഈ കഴിഞ്ഞ 2 ദശാബ്ദക്കാലമായി അദ്ദേഹവുമായി അടുത്ത് ഇടപഴകി പല ഘട്ടങ്ങളിലും പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരു പൊതുപ്രവർത്തകൻ, ജനപ്രതിനിധി എന്ന നിലയിൽ കേരളത്തിന്റെ സാമൂഹ്യ ഘടനയെ ശക്തിപ്പെടുത്തി നിലനിർത്തുന്നതിൽ, അതുപോലെ തന്നെ എന്താണ് ഇസ്ലാം, വാട്ട് ഈസ് ഇസ്ലാം, ഇസ്ലാം പ്രതിനിധീകരിക്കുന്ന പ്രത്യയശാസ്ത്രം എന്താണ്, അത് ധാർമ്മികതയുടെയും വിശ്വമാനവികതയുടെയും സന്ദേശമാണ് ലോകത്തിന് പ്രദാനം ചെയ്തിട്ടുള്ളത് എന്ന് ശക്തമായ ഭാഷയിൽ സമൂഹത്തിൽ ആ സന്ദേശം സന്നിവേശിപ്പിക്കുന്നതിൽ കാന്തപുരം AP ഉസ്താദിന് നല്ല വിജയം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ അവസരത്തിൽ സാക്ഷ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ധീരസ്മരണകൾ അയവിറക്കി ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി സ്വാതന്ത്ര്യദിന പ്രഭാഷണം നടത്തി. ഹാഫിൽ സ്വാദിഖ് മിസ്ബാഹി കൊല്ലം പ്രതിജ്ഞയ്ക്ക് നേതൃത്വം നൽകി. ദേശീയ ഗാനത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. हिमाचल यमुना गंगा उच्चल जलचितरंगा तब शुभ नामे जाहे तब शुभ आशीष माहे गाहे तब जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे. ഇനി KMIC ന്യൂസ് ഗസ്റ്റ് ഡെസ്കിൽ ഷെയ്ഖുന EK ഹസൻ മുസ്ലിയാരുടെ മകൻ EK അബ്ദുറഹ്മാൻ കാമിൽ സഖാഫി. ഇരുളിൻ പുക നീക്കിടാം, കരളിൽ ഹിമപൂച്ചൂടാം, നേരിൻ തിരിനാളമിടാം, പാലിൽ ചിരിത്താരുതിരാൻ, കൈരളിയിൽ ഹൈറുണരാം, ശൈലങ്ങളിലും വിതറാം, തളിരിൻ ചെടി വിത്തുകളാൽ ഹരിതം. EK അബ്ദുറഹ്മാൻ കാമിൽ സഖാഫിക്ക് KMIC ന്യൂസ് ഗസ്റ്റ് ഡെസ്കിലേക്ക് സ്വാഗതം. സുന്നി പണ്ഡിത സഭയായ സമസ്തയ്ക്ക് നേതൃത്വം നൽകിയിരുന്ന മഹാരഥന്മാരായ ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ, EK ഹസൻ മുസ്ലിയാർ അഥവാ EK കുടുംബം. EK കുടുംബത്തെക്കുറിച്ച് പൊതുതലമുറ പല രീതിയിലാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. താങ്കൾ ആ കുടുംബാംഗമാണ്. EK കുടുംബത്തെക്കുറിച്ചുള്ള ഒരു ചെറു വിവരണം നൽകിയാലും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. എല്ലാവർക്കും സുഖമാണെന്ന് മനസ്സിലാക്കുന്നു. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളിൽ ഉൾപ്പെടുത്തി സുന്നത്ത് ജമാഅത്തിലായി മരിപ്പിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളോട് കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പേര് EK അബ്ദുറഹ്മാൻ കാമിൽ സഖാഫി. ഞാൻ EK ഹസൻ മുസ്ലിയാരുടെ മകനാണ്. എൻ്റെ പിതാവിൻ്റെ ആണ്ട് നേർച്ച നടക്കുന്ന സമയമാണ് ഇത്. എല്ലാവർക്കും അറിയാമല്ലോ. ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്, എൻ്റെ പിതാവ്, വന്യനായ പിതാവ് EK ഹസൻ മുസ്ലിയാർ ഇവിടെ സുന്നത്തെ ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ച് വഫാത്തായി പോയിട്ടുള്ള ആളാണ് എന്ന് എല്ലാവർക്കും അറിയാം. ആ പാത പിൻപറ്റി ജീവിക്കുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന AP ഉസ്താദ്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ശത്രുക്കളുടെ എല്ലാ കുതന്ത്രങ്ങളിൽ നിന്നും അല്ലാഹു തആല മഹാനവറുകളെ രക്ഷിക്കുമാറാവട്ടെ.
മഹാനവറുകളെയും സുന്നി പ്രസ്ഥാനത്തെയും അല്ലാഹു തആല രക്ഷിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് പറയാനുള്ളത്, സുന്നത്ത് ജമാഅത്തിന്റെ പാത പിൻപറ്റി ജീവിക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനം മഹാനായിട്ടുള്ള ഷെയ്ഖുന എ പി ഉസ്താദും ഈ സുലൈമാൻ ഉസ്താദും നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ പ്രസ്ഥാനമാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയവരാണ് ഇ കെ കുടുംബത്തിലുള്ള എല്ലാവരും. നമ്മുടെ ഈ ഇ കെ തറവാട്, അത് ഒരിക്കലും, ആ തറവാടിനെ ഒരിക്കലും എസ് കെക്കാർക്ക് കിട്ടുകയില്ല എന്ന് നാം മനസ്സിലാക്കുക. മഹാനായിട്ടുള്ള ഷെയ്ഖുന എ പി ഉസ്താദിന്റെ കീഴിൽ അണിനിരന്നവരാണ് ഇ കെ കുടുംബത്തിലുള്ള എല്ലാവരും. മുത്താപ്പമാരെ മക്കളെ മക്കള് എല്ലാവരും സഖാഫികളാണ്, അഹ്സനികളാണ്. എൻ്റെ ജ്യേഷ്ഠൻ ഷെയ്ഖുന എ പി ഉസ്താദിന്റെ മരുമകനാണ്. എൻ്റെ ഉസ്മാൻ മുത്താപ്പന്റെ മകന് ഇന്നത്തെ പ്രസിഡന്റ് സുലൈമാൻ ഉസ്താദിന്റെ മരുമകനാണ്. അതുപോലെ തന്നെ എളാപ്പന്റെ മോന് ഷെരീഫ് ഉസ്താദിന്റെ മരുമകനാണ്. അങ്ങനെ കുടുംബപരമായിട്ടും ആശയപരമായിട്ടും എല്ലാം വളരെ ഐക്യത്തോടെ സ്നേഹത്തോടെ വർത്തിക്കുന്നവരാണ് എ പി ഇ കെ കുടുംബക്കാര് എന്ന് എല്ലാവരും മനസ്സിലാക്കുക. എല്ലാ ഇ കെ തറവാട്ടിലുള്ള ആർക്ക് വിളിച്ചാലും ഈ വിഷയം നിങ്ങൾ അറിയും. പക്ഷേ ഇത് അധിക ആളുകൾക്കും അറിയില്ല എന്നതിനാലാവാം ഇന്ന് ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടാവാൻ കാരണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മഹാനായിട്ടുള്ള ഷെയ്ഖുന എ പി ഉസ്താദ് അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആ മഹാനവരുടെ ഒരു കറാമത്തായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇന്ന് എവിടെ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളുണ്ടോ, സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരുണ്ടോ, നല്ല സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രസംഗിക്കുന്ന, വാദപ്രതിവാദം നടത്തുന്ന ചുണക്കുട്ടികൾ എല്ലാം ഇന്ന് അറിയപ്പെടുന്നത് മഹാനായിട്ടുള്ള ഷെയ്ഖുന എ പി ഉസ്താദിന്റെ പേരിലാണ്. ഇത് എ പി ഉസ്താദിന് അല്ലാഹു തആല കൊടുത്ത ഒരു കറാമത്ത് തന്നെയാണ്. ഈ കറാമത്ത് മനസ്സിലാക്കിയവരാണ് ഇ കെ കുടുംബത്തിലുള്ള എല്ലാവരും എന്ന് നാം മനസ്സിലാക്കുക. പിന്നെ എല്ലാവരോടും ഇ കെ കുടുംബത്തിന് വേണ്ടി ഞാൻ ഒരു അപേക്ഷ എല്ലാവരോടും അപേക്ഷിക്കുകയാണ്. ഈ എ പി മഹാനായിട്ടുള്ള ഷെയ്ഖുന എ പി ഉസ്താദിനെ എതിർക്കുന്ന ഒരു വിഭാഗം ഞങ്ങൾ കുടുംബത്തിലില്ല. പിന്നെ ഈ എതിർക്കുന്ന ഒരു വിഭാഗത്തെ പറ്റി ദയവ് ചെയ്ത് ഇ കെ സുന്നി എന്ന പ്രയോഗം ആരും തന്നെ പ്രയോഗിക്കരുത്. എ പി ഉസ്താദിനെ എതിർക്കുന്ന, സുന്നത്ത് ജമാഅത്തിനെ പ്രവർത്തിക്കാൻ സമ്മതിക്കാത്ത, വഹാബികളോട് കൂട്ടുകൂടുന്ന, വഹാബികളുടെ നേതാവ് മരിച്ചപ്പോൾ വലിയ നഷ്ടമാണെന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തെ ഇ കെ സുന്നി എന്ന് പറയരുത് എന്ന് വളരെ വിനയപരമായിട്ട് അപേക്ഷിക്കുകയാണ്. എങ്ങനെയാണ് അത് ഇ കെ സുന്നി എന്ന് എങ്ങനെയാണ് ആ പേര് വന്നത് എന്ന് ഞങ്ങൾക്കറിയില്ല. അതെങ്ങനെ വന്നാലും ശരി, അത് ഒരിക്കലും തന്നെ ഇ കെ സുന്നി എന്ന് ഈ വിഭാഗത്തെ പറ്റി, എസ് കെക്കാരെ ഉൾക്കൊള്ളുന്ന ആ ഒരു വിഭാഗത്തെ പറ്റിയിട്ട്, മഹാന ഷെയ്ഖുന എ പി ഉസ്താദിനെ എതിർക്കുന്ന ഒരു വിഭാഗത്തെ പറ്റിയിട്ട് എന്ത് പറയരുത്, ഇ കെ സുന്നി എന്ന് നിങ്ങൾ പറയരുത്. അത് ഞങ്ങളുടെ കുടുംബത്തിന് അപമാനമാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കുക. എല്ലാ അണ്ടനും അടകോടനും കയറി പറ്റാനുള്ള ഒരു കുടുംബമല്ല, ഒരു തറവാടല്ല ഇ കെ കുടുംബമെന്ന് എല്ലാവരും മനസ്സിലാക്കുക. ഞാൻ ഇ കെ കുടുംബത്തിന് വേണ്ടിയാണ് പറയുന്നത്. പിന്നെ മഹാനായിട്ടുള്ള ഷെയ്ഖുന എ പി ഉസ്താദ് അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ശത്രുക്കൾ ഷർറിൽ നിന്ന് അല്ലാഹു തആല രക്ഷിക്കുമാറാവട്ടെ. ആ മഹാനവറുകളെ പരിപൂർണമായിട്ട് പിൻപറ്റി ജീവിക്കുന്നവരാണ് ഈ കെ കുടുംബത്തിലുള്ള എല്ലാവരും എന്ന് എല്ലാവരും അറിയണം. ഇത് നാം എല്ലാവരും മഹാനായിട്ടുള്ള ഷെയ്ഖുന എ പി ഉസ്താദിന്റെ ദീർഘായുസ്സിന് വേണ്ടി ദുആ ചെയ്യണം. നമ്മളൊക്കെ ഇവിടെ ജീവിച്ചിട്ട് ഒരു കാര്യമില്ല സുഹൃത്തുക്കളെ, മുഅ്മിനീങ്ങളെ. നമ്മുടെ ആയുസ് അല്ലാഹു തആല ഷെയ്ഖുന എ പി ഉസ്താദിന് കൊടുത്ത് എ പി ഉസ്താദിന്റെ ആയുസ് അല്ലാഹു തആല നീട്ടിക്കൊടുക്കുമാറാവട്ടെ എന്ന് പറയുകയാണ്. എല്ലാവരും മഹാനായിട്ടുള്ള ഷെയ്ഖുന എ പി ഉസ്താദിന്റെ ദീർഘായുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുക. നാമൊക്കെ വളരെ ഭാഗ്യവാന്മാരാണ്. മഹാന ഷെയ്ഖുന എ പി ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ആ ഒരു സംഘടനയിൽ അംഗമായി എന്നത് തന്നെ നമ്മുടെ ഭാഗ്യമാണ്. ആ അംഗത്വം അംഗീകരിച്ച തൃപ്തിപ്പെട്ട ആളുകളാണ് ഇ കെ കുടുംബത്തിലുള്ള എല്ലാവരും എന്ന് പ്രത്യേകിച്ച് എല്ലാവരും അറിയുക. ഇത് ഞാൻ പറയാനുള്ള കാരണം, ഇത് അധിക ആളുകൾക്കും ഇത് സംബന്ധമായിട്ട് വിവരമില്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഇ കെ കുടുംബത്തിലുള്ള ആരോട് നിങ്ങൾ ചോദിച്ച് അന്വേഷിച്ചാലും മനസ്സിലാകും. ഇ കെ കുടുംബത്തിലുള്ള എല്ലാവരും മഹാനായ ഷെയ്ഖുന എ പി ഉസ്താദിനെ അംഗീകരിക്കുന്നവരാണ്, ആ നേതൃത്വത്തെ അംഗീകരിക്കുന്നവരാണ്. അല്ലാഹു തആല മഹാനവറുകൾക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാവട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നന്ദി ഇ കെ അബ്ദുറഹ്മാൻ കാമിൽ സഖാഫി ഉസ്താദ് ഇ കെ കുടുംബത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയതിന്.
അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 2 ദിവസത്തെ UAE സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അബുദാബിയിലെത്തി. മോദിയെ സ്വീകരിക്കാൻ പ്രോട്ടോകോൾ തെറ്റിച്ച് അബുദാബി കിരീടാവകാശിയെത്തി. പ്രാവിനെ ഉപയോഗിച്ച് മയക്കുമരുന്ന് കടത്താൻ ശ്രമം. പ്രാവ് പോലീസ് കസ്റ്റഡിയിൽ. പെൺകുട്ടിയെ ശല്യം ചെയ്യുന്നത് തടഞ്ഞ ജവാനെ അടിച്ചുകൊന്നു. മീററ്റിലാണ് സംഭവം. EK എന്ന പേര് ചേളാരി വിഭാഗത്തിന് ഉപയോഗിക്കരുതെന്ന് EK കുടുംബം. രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും തകർക്കുന്ന ഭീഷണികളെ അതിജയിക്കുന്നതിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പങ്ക് വലുത്. NK പ്രേമചന്ദ്രൻ MP. എല്ലാ ഭാരതീയരും ഒരു മാതാപിതാക്കളുടെ മക്കളെപ്പോലെ സൌഹാർദ്ദത്തിൽ ജീവിക്കണമെന്ന് സയ്യിദ് യൂസുഫുൽ ബുഖാരി വൈലത്തൂർ. ഇതോടെ KMAC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMAC newstime@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.